നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5-ലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. അനൂപും ആതിരയും പിന്നീടൊന്നും പറഞ്ഞില്ലല്ലോ അല്ലേ? ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല. എന്നാ എല്ലാവർക്കും ഇറങ്ങാം. അച്ഛാ, ഞാൻ ഇപ്പോഴേ ഒരു കാര്യം പറയാം. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞിട്ടാ ഞാൻ വരാൻ തീരുമാനിച്ചത്. ഞാൻ അവിടെ താമസിക്കുകയൊന്നുമില്ല, രാത്രി ഇങ്ങ് പോരും. എന്നിട്ട് നാളെ വിവാഹത്തിന് ഞാൻ വരും. അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾ എന്നെ നിർബന്ധിക്കരുത്. അനുപേട്ടൻ ഇപ്പോഴും മുഖം ഘടിപ്പിച്ച് വർത്താനം പറയണ്ട. അവിടെ എത്തട്ടെ, എന്നിട്ടല്ലേ ബാക്കി. ആതിര അവിടെ? ആതിരേ, 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 എടീ വാല് തുറക്ക്. ആതിരേ, ആതിരേ, എടി വാല് തുറക്കാൻ. ആതിരേ, ആതിരേ, വാല് തുറക്കടി. ആതിരേ, ആഹാ, ഞങ്ങള് കല്യാണ വീട്ടിലേക്ക് നീ മരണ വീട്ടിലേക്കാണോ പോകുന്നത്? ഇതെന്തൊരു കോലോ മോളെ ഇത്? ആതിരേ, നിന്റെ മനസ്സിലിപ്പോ എന്താണെന്ന് എനിക്കറിയാം. അതിനൂടെ പ്രസക്തി ഇല്ലെന്നുള്ളതാണ് സത്യം. ഈ രൂപത്തിൽ നിന്നെ എങ്ങനെയടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത്? നീ വിഷമിക്കരുതെന്നും കരയരുതെന്നും ഞാൻ പറയുന്നില്ല. എല്ലാം മറന്ന് മറ്റൊരാളുടെ ഭർത്താവാകാൻ പോകുന്ന അവനെ നീ മറക്കണം. ഉള്ളിലുള്ള വിഷമം കണ്ണീരായി പുറത്തേക്ക് വരാതെ നോക്കുകയും വേണം. ഞാനിപ്പോഴും നിന്നോട് സമാധാനത്തോടെ തന്നെ സംസാരിക്കുന്നത് എല്ലാം ഇന്നത്തോടെ അവസാനിക്കല്ലോ എന്ന് കരുതിയിട്ടാ. മീരേ, നീ ആതിരയുടെ തലമുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുക്കുക. നീ ഇങ്ങ് വന്നേ, ഇരിക്കേ. അന്ന് നിന്റെ നിശ്ചയം കഴിഞ്ഞിരുന്നെങ്കിൽ ഇപ്പൊ നീ അജയന്റെ ഭാര്യ ആകേണ്ടതായിരുന്നു. മറ്റൊരുത്തന്റെ ഭാര്യയായിരിക്കുമ്പോ നിനക്ക് ഇതുപോലെ കരയാനും സങ്കടപ്പെടാനും പറ്റുമോ? ചുറ്റും നിന്ന് എല്ലാവരും മറക്കെന്ന് പറഞ്ഞാലും നിനക്കും കൂടി അത് തോന്നണം. എത്ര നാളെന്ന് വെച്ചാ നീ ഇങ്ങനെ കരയുന്നേ? ഇതൊക്കെ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവുന്നതാ. അതുകൊണ്ട് നീ സമാധാനിച്ച് നിന്നേ പറ്റൂ. അതെല്ലാം നീ നിന്റെ മനസ്സിനെ പറഞ്ഞ് പഠിപ്പിക്കാൻ നോക്ക്. എനിക്കറിയാം നിനക്ക് എന്തൊക്കെയോ എന്നോട് പറയാനുണ്ടെന്ന്. അത് പറയാൻ നിന്റെ നാവ് ചലിക്കുന്നില്ല എന്നും. മറ്റൊന്നും പുറത്തു പറയാതിരിക്കാൻ നിന്റെ നാവ് ചലിക്കാതിരിക്കുന്നതാ നിന്റെ അച്ഛന്റെയും സഹോദരങ്ങളുടെയും ആയുസ്സിന് നല്ലത്. ദയാനന്ദൻ മാഷും കുടുംബമൊക്കെ നെല്ലിശ്ശേരിയിലെത്തി അല്ലേ? ഞാനിതൊക്കെ എങ്ങനെ അറിയുന്നെന്നാണോ? അതിനൊക്കെയുള്ള സാങ്കേതിക വിദ്യകൾ എന്റെ കയ്യിലുണ്ടെന്ന് കൂട്ടിക്കോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ പറയുന്ന ഒക്കെ ഞാൻ അനുസരിച്ചോളാം. എന്റെ വീട്ടുകാരൊന്ന് വെറുതെ വിട് പ്ലീസ്.
എന്റെ വീട്ടിലുള്ളവരാരെ നിങ്ങൾ ഒന്നും ചെയ്യരുത്. ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഫോൺ വിളിയും വേണ്ട. അതെങ്ങനെ പറ്റും? പഴയ കാമുകിയെ കാണുമ്പോ നീ കവാത്ത് മറന്നാലോ? അതുകൊണ്ട് ഞാൻ ഇന്നും നാളെ താലികെട്ട് സമയം വരെയും നിന്നെ വിളിക്കും. നീ മറന്നുപോയാലും ഞാൻ ഓർമ്മിപ്പിക്കണമല്ലോ. എന്നാ ശരി അനിയ, ഞാനിനി സമയം കിട്ടുമ്പോ നിന്നെ വിളിക്കാം. താങ്ക്സ് മൂർത്തി, താങ്ക്സ് ലോട്ട്. താങ്ക് യു സോ മച്ച് മാഡത്തിന്. താങ്ക് യു. വലിയൊരു സഹായ മൂർത്തി എനിക്കും എന്റെ അനിയത്തിക്കും വേണ്ടി ചെയ്തു തന്നത്. എത്ര പണം വേണേലും ചോദിക്കാം. നമ്മൾ തമ്മിലൊരു കണക്ക് പറച്ചിൽ വേണ്ട. ഞാൻ ആ ചെറുക്കനെ 4-5 വട്ടം ഫോൺ വിളിച്ച് പേടിപ്പിച്ചെന്നേ ഉള്ളൂ. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ചതിൽ ഒരു മണ്ടനാവൻ. അതുകൊണ്ട് അധികം ഒന്നും ചെയ്യേണ്ടി വന്നില്ല. കാര്യം പെട്ടെന്ന് നടക്കുകയും ചെയ്തു. അതുകൊണ്ട് മാഡം തന്നെ എത്രയാണെന്ന് വെച്ചാൽ തന്നാ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ അങ്ങനെ. നീ ഇപ്പൊ നിസ്സാരമായിട്ട് പറഞ്ഞില്ലേ 4-5 വട്ടം ഫോൺ വിളിക്കേണ്ടിയേ വന്നുള്ളൂന്ന്. അതൊരു ചില്ലറക്കാരിയല്ല. ഇങ്ങനൊരു ഐഡിയ മനസ്സിൽ തോന്നിയപ്പോ ഞാൻ ആദ്യം കരുതിയത് ഇവനെ ഏൽപ്പിക്കാന്നാ. പിന്നെ തോന്നിയത് വേണ്ടാന്ന്. ഫോൺ വിളിയുടെ ഏതെങ്കിലും ഒരു സമയത്ത് ഇവൻ തന്നെ ഇവന്റെ പേരും അഡ്രസ്സും ഒക്കെ സന്ദീപിനോട് പറഞ്ഞു കൊടുക്കും. അത്ര ബുദ്ധിയാ. പിന്നെ ആരെന്ന് ചിന്തിച്ചിരുന്നപ്പോഴാ നീ നാട്ടിലെത്തിയെന്ന് പറഞ്ഞ് വിളിക്കുന്നത്. അപ്പോഴേ എന്റെ പകുതി ടെൻഷൻ മാറി. പകുതിയല്ല, ടെൻഷൻ മുഴുവനായി മാറ്റിക്കും. സന്ദീപ് അനഘയുടെ കഴുത്തിൽ താലി കെട്ടും. അത് ഞാൻ മാഡത്തിന് തരുന്ന വാക്കാ. മാഡത്തിന് നന്നായി അറിയാലോ തരുൺമൂർത്തിയെ. അല്ല, നിങ്ങൾ എങ്ങനെ പരിചയം? നിന്നെ പോലെ തന്നെ മുൻപ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ ധാരാളം സ്ഥലത്ത് നിന്ന് ഇഷ്ടം പോലെ തല്ല് കിട്ടി കാണുമല്ലേ? നിന്നെ പോലെ എന്റെ കൂടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ. നിന്റെ ബുദ്ധിയാണെന്നല്ല. പിന്നെ നിന്നോട് ഞാനൊരു കാര്യം പറയാം. സന്ദീപിനെ വിളിച്ചതും ഭീഷണിപ്പെടുത്തിയതും ഒക്കെ മൂർത്തിയാണെന്ന് ഞാൻ അനഘയോട് പോലും പറഞ്ഞിട്ടില്ല. മൂന്നാമതൊരാൾ അറിയുന്നത് നീയാ. ആരോടെങ്കിലും വല്ലതും പറഞ്ഞ ഞാൻ ആരോട് പറയാൻ? ഇത് അതീവ രഹസ്യമായിട്ട് ഞാൻ മനസ്സിൽ സൂക്ഷിച്ചോളാം. അപ്പോ എന്നെ കൊണ്ടുള്ള ആവശ്യം മാഡത്തിന് കഴിഞ്ഞു. തൽക്കാലം കഴിഞ്ഞു. പക്ഷെ ഇനിയും വേണ്ടിവരും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.